നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിലേ പറഞ്ഞു വഖഫ് വിഷയം കേരളത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ആ വഖഫ് അധിനിവേശത്തിനെതിരായ സമരം കടുപ്പിച്ച് ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനവുമായി മുനമ്പം സമരസമിതി ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വഖഫ് ഭൂമിയുടെ പട്ടിക തയ്യാറാക്കിയ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. വീടുകൾ തോറും കയറിയുള്ള റവന്യൂ രേഖാ പരിശോധന ഒഴിവാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് മുനമ്പം ബീച്ചിലേക്ക് വഖഫ് ബോർഡിന്റെ കോലവുമായി മുനമ്പം ജനതയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ റാലിയും നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ കേരളത്തിൽ ആളിക്കത്തുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് പുത്തൻപുലരിയിൽ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി. മുൻ എംപിയും ഇടത് സഹയാത്രികനുമായ ശ്രീ സെബാസ്റ്റ്യൻ പോളാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാം കേരളത്തെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പോലും മുനമ്പത്തെ ജനങ്ങൾ ആശങ്കാകുലർ തന്നെയാണ്. അവർ അസംതൃപ്തരാണ്. അവർക്ക് കൃത്യമായ നീതി കിട്ടണം, റവന്യൂ രേഖകൾ അവരുടെ കൈവശം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ വസ്തു തട്ടിപ്പ് കേസ് എന്നാണ് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഈ വക കാര്യങ്ങളിൽ കാനൻ ലോ അല്ല ബാധകമാകുന്നത്, രാജ്യത്തെ സിവിൽ നിയമമാണ്. വഖഫിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഇവിടെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ പൊതുവെ ബാധകമായ ചില ഭൂനിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. അവയിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് എന്നൊരു സ്ഥാപനം, അതിന് പ്രത്യേകമായ നിയമം, അവർക്ക് ഏകപക്ഷീയമായി ഏത് ഭൂമിയും അവരുടേതായി പ്രഖ്യാപിക്കുന്നതിനും കൈവശപ്പെടുത്തുന്നതിനുമുള്ള അധികാരം, അതൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനവുമായി യോജിച്ചു പോകാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ആ ദുർവഹത അത് എത്രമാത്രം വലുതാണ് എന്നതിന് ഇപ്പോൾ മുനമ്പം ഒരു തെളിവായി എന്ന് മാത്രമേ ഉള്ളൂ. മുനമ്പത്തെ ജനങ്ങൾ ഭൂമി അന്ന് അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിയവരാണ്. എത്രയോ വർഷങ്ങളായി അത് അവരുടെ കൈവശമിരിക്കുന്നു. അത് അവരോട് ചോദിക്കാതെ, വിശദീകരണം ആവശ്യപ്പെടാതെ അത് വഖഫാണ് എന്ന് അവരുടെ വഖഫിൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല. നമുക്ക് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊക്കെ വലിയ തർക്കം നടക്കാറുണ്ട്. യൂണിഫോം സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂമിയുടെ അവകാശം തന്നെയാണ്. സക്സഷൻ തുടങ്ങിയ അവകാശങ്ങളാണ്. അപ്പോൾ അത് ഓരോ മതത്തിനും ഓരോന്ന് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാകും. അത് ആ സംഘർഷം നിയമത്തിൽ സംഘർഷം ഉണ്ടാകാൻ പാടില്ല. കാരണം നിയമത്തിൻ്റെ പ്രാഥമികമായ ദൗത്യം സംഘർഷ ലഘൂകരണമാണ്. അതിന് സഹായകമാകുന്ന രീതിയിൽ വഖഫ് നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്തണം. ഇപ്പോൾ അത് പാർലമെന്റ് അക്കാര്യം ആലോചിക്കാൻ പോവുകയാണ്. ഞാനും അതിനോട് യോജിക്കുകയാണ്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നല്ല കാര്യം അങ്ങ് ഈ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് വളരെയധികം നല്ല കാര്യം. അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുൻ എം പി കൂടിയാണ്, അദ്ദേഹം ഇടത് സഹയാത്രികനാണ്, അഭിഭാഷകനാണ്. എന്നിട്ട് കൂടി അപ്പോൾ പിന്നെ ഈ നിയമ ഭേദഗതിക്കെതിരെ ഇടത് വലത് മുന്നണികൾ എന്തിന് നിയമസഭയിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കി? അവിടെ മുനമ്പത്ത് കഴിയുന്ന സാധാരണക്കാരെ പോലും കുടിയൊഴിപ്പിക്കുന്ന ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു വഖഫിൻ്റെ നിയമം വരുന്നു. അപ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇടത് വലത് മുന്നണികൾ സംയുക്തമായി ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്തിന് സംയുക്തമായ ഒരു പ്രമേയം നിയമസഭയിൽ പാസാക്കി? അത് വലിയ ചോദ്യം തന്നെയല്ലേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, അതിന് നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. ഞാൻ ആ വശത്തേക്കല്ല കടക്കുന്നത്. വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് പാർലമെന്റിന് അധികാരമുണ്ടെങ്കിൽ പാർലമെന്റ് ആ ജോലി ചെയ്യാൻ പോവുകയാണ്. അവിടെ ആ ഭേദഗതിക്കെതിരെ അഭിപ്രായം പറയുന്നതിന്, ചർച്ച നടത്തുന്നതിന്, നിലപാട് സ്വീകരിക്കുന്നതിന് പാർലമെന്റ് അംഗങ്ങൾക്കും അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്. അതവർ ചെയ്യട്ടെ. ആരോഗ്യകരമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കും ശേഷം മാത്രമല്ലേ ഏത് നിയമത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത അന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ മുനമ്പം എന്ന പേരിൽ ആ ഒരു അപകട സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. അതിന് പരിഹാരം അത് മുനമ്പത്ത് മാത്രമല്ലല്ലോ,
ചാവക്കാട്ടെ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമാണ്. അവർ വാങ്ങിയ ഭൂമി ഇപ്പോൾ വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഒട്ടുക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ആ അനിശ്ചിതത്വം അത് ഒഴിവാക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള നിയമ ഭേദഗതി വേണം. എൻ്റെ അഭിപ്രായം യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തെ സിവിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം ഒരു രാജ്യം ഒരു നിയമം, അതാണ് എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്തിന് അഭികാമ്യമായ കാര്യം. ഇവിടെ മതപരമായ പല അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ കീഴിൽ രാജ്യത്തെ നിയമങ്ങളെല്ലാം കൊണ്ടുവരണം. ഒരേ തരത്തിലുള്ള നിയമ സംഹിത, നിയമനിർമ്മാണമൊക്കെ എല്ലാവർക്കും സമത്വത്തോടുകൂടി തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഉതകുന്ന കാര്യം. ഇവിടെ നമുക്കറിയാം, പ്രീണന രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഈ മുനമ്പം വിഷയത്തിലടക്കം ഇടത് വലത് മുന്നണികൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ പോലും ഇതിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് ഭയമാണ്. എന്തായാലും അവർ നിയമസഭയിലടക്കം വഖഫ് ബില്ലിനെതിരെ പാസാക്കുന്നു. നാളെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമം അടക്കം ചർച്ചയിൽ വരികയും അത് അവതരിപ്പിക്കുകയും ചെയ്യാനിരിക്കുന്ന ഈ വേളയിൽ ഒരു ഏക നിയമം, ഒരു രാജ്യം ഒരു നിയമം, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ തന്നെയല്ലേ താങ്കളും കാണുന്നത് ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക്? അല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങി നമ്മൾ ഒറ്റ എന്നുള്ള പ്രയോഗം പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കാത്ത ആളുമാണ്. വൈവിധ്യത്തെ നമ്മളെപ്പോഴും അംഗീകരിക്കണം. പക്ഷെ നിയമം എന്ന് പറയുന്നത് അതിന് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം, സർട്ടൻറ്റി, നിശ്ചിതമായ നിയമമായിരിക്കണം. ഈ രാജ്യത്ത് ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും വ്യക്തികൾക്കും ബാധകമാകുന്ന ഒരു നിയമം തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ്, അത് ഭരണഘടനയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തത്വത്തിൽ ഞാൻ അംഗീകരിക്കുന്നത്. അത് ഏത് രൂപത്തിൽ വരും, പ്രായോഗികമാകുമ്പോൾ, നിയമം തയ്യാറാക്കുമ്പോൾ നമുക്ക് പല അഭിപ്രായവും പറയേണ്ടി വന്നേക്കാം. പക്ഷെ അത് അത്തരത്തിലൊരു നിയമം ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചുണ്ടാകുന്ന അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകെ, നമ്മുടെ സാമൂഹിക ക്രമത്തെ ആകെ ബാധിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെയൊക്കെയാണ് ഓരോ മതവിഭാഗവും അവർക്ക് ബാധകമാകുന്ന നിയമം, ക്രിസ്ത്യാനി കാനൺ നിയമം നടപ്പാക്കണമെന്ന് പറയുക, മുസ്ലിം വഖഫ് നിയമം നടപ്പാക്കണമെന്ന് പറയുക, ഹിന്ദുക്കൾക്ക് മറ്റു നിയമമുണ്ടെങ്കിൽ അത് നടപ്പാക്കണമെന്ന് പറയുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിട്ടല്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വസ്തു കൈമാറ്റത്തിൽ, വിൽപ്പനയിൽ ഇടപെടാറുണ്ട്, അവർ അതിൻ്റെ ഭാഗമാക്കാറുണ്ട്. ഇന്ന് മുസ്ലിമിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ക്രിസ്ത്യാനി വാങ്ങിയെന്നിരിക്കും, ഇന്ന് ക്രിസ്ത്യാനിയുടെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ഹിന്ദു വാങ്ങിയെന്നിരിക്കും. അപ്പോഴൊക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങൾക്ക് അനുസൃതമായി അനിശ്ചിതമായ അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. തീർച്ചയായും ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സെബാസ്റ്റ്യൻ പോൾ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് നിലപാടുകൾ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടായി ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. കാരണം ഒന്ന്, ഇടത് വലത് മുന്നണികൾ നിയമസഭയിൽ വഖഫ് ഭേദഗതിക്കെതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കുമ്പോഴും അതൊക്കെ രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ്. പക്ഷേ പാർലമെന്റിൽ ഭേദഗതി വരട്ടെ എന്നുള്ള കൃത്യമായ നിരീക്ഷണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നടത്തുന്നു. അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് വന്നാൽ മാത്രമേ ഇത്തരത്തിൽ മതപരമായ നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം ക്രിസ്ത്യാനിക്ക് ഭീഷണിയാവുന്നു, ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെട്ട നിയമം ഹിന്ദുവിന് ഭീഷണിയാകുന്നു, ഹിന്ദുവിന് മാത്രമുള്ള നിയമം മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാകുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു നിയമം വരുന്നതിന് അദ്ദേഹം എതിരുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അങ്ങ് ഈ സിവിൽ കോഡിൻ്റെ ആവശ്യകത, അങ്ങ് നിയമപണ്ഡിതൻ കൂടിയാണല്ലോ, ഏക സിവിൽ കോഡിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിയെ എന്തിനെതിർക്കണം എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് തുറന്നെഴുതാത്തത്, തുറന്ന് പ്രസംഗിക്കാത്തത്? ഇല്ല, ഞാൻ എൻ്റെ നിലപാട് അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ വഖഫ് മുനമ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള വഖഫ് വിഷയത്തിൽ ജനം ടി വിയിൽ തന്നെ ഞാൻ അഭിപ്രായം എന്നോട് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് ഞാൻ MP ആകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഒരു നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. ആ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. അത് എഴുതാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് എഴുതിയിട്ടുമുണ്ട്. ഇപ്പോൾ
ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ വരുത്തുന്ന നിലപാട് മാറ്റമല്ല. അക്കാര്യത്തിൽ ഭരണഘടനയുടെ നിർദ്ദേശത്തിന് അനുസൃതമായി ഏറെക്കാലം മുമ്പ് തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് UCCയെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും നിയമം ആര് കൊണ്ടുവന്നാലും അത് പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതല്ല. ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ആ നിയമനിർമ്മാണത്തിന് പ്രാരംഭമായി ആരോഗ്യകരമായ ചർച്ചയും ഭേദഗതികളും എല്ലാം ഉണ്ടാകുകയും വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ മുനമ്പത്ത് നടക്കുന്ന സമരം ന്യായമായ സമരം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അതെ, മുനമ്പത്ത് എന്താണ് വളരെ ലളിതമായ കാര്യമല്ലേ. മുനമ്പത്തെ ജനങ്ങൾ അവർ മുസ്ലിങ്ങൾ മാത്രമല്ല, കൂടുതലും ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവർ അന്ന് ഈ ഫറൂഖ്, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഫറൂഖ് കോളേജ് അന്ന് ഓഫർ ചെയ്ത വിലയ്ക്ക് അവരത് വാങ്ങുകയാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ വിൽപ്പന ഇപ്പോൾ ഏകപക്ഷീയമായി, സ്വകാര്യമായി, രഹസ്യമായി അസാധുവാക്കിക്കൊണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെടണം, ജുഡീഷ്യറി ഇടപെടണം, അതിനൊരു പരിഹാരമുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അവർ നടത്തുന്ന സമരം അത് ന്യായമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം വഖഫ് വിഷയം ഇപ്പോൾ രാജ്യത്താകമാനം ആശങ്കയിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പുരാതനമായ കെട്ടിടങ്ങൾക്ക് വരെ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി സാധാരണക്കാരിലും സാധാരണക്കാരായ കുടികിടപ്പ് അവകാശത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഇതിന് ഒരു ഉന്മൂലനം തന്നെ വേണം. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇതിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം. ആദ്യം ഒരു വ്യക്തിക്ക് ഈ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിനെ സമീപിക്കാം, തിരിച്ച് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം, അതോടുകൂടി അവിടെ കഴിയുകയാണ്. പിന്നെ അപ്പീലിന് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അത്തരത്തിലുള്ള നിയമ ഭേദഗതിയിൽ കൊണ്ടുവരേണ്ട അനാവശ്യ ഇടപെടലുകളൊക്കെ മാറ്റേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യത തന്നെയല്ലേ? അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതുമായി തീർച്ചയായും മറ്റെല്ലാവരും സഹകരിച്ച് ആ നിയമം പാസ്സാക്കുക തന്നെയല്ലേ വേണ്ടത്? അതെ, പൊസഷൻ ഈസ് 9 points ഇൻ ലോ എന്ന് ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ച്, വസ്തുവിനെ സംബന്ധിച്ച് അവകാശം, പൊസഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഡ്വേഴ്സ് പൊസഷൻ തുടങ്ങിയ പല നിയമതത്വങ്ങളും അക്കാര്യത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പണം കൊടുത്ത് രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി നാളെ അത് എൻ്റേതല്ല മറ്റൊരാളുടേതാണ് എന്ന അവകാശവാദം ഉണ്ടായാലോ? അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, ആ അവസ്ഥയിൽ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ അവിടെയാണ് അത് വഖഫ് നിയമം അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ നിലപാടിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൽ എന്തോ പോരായ്മയുണ്ട്. ആ പോരായ്മ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് എവിടെ നിന്ന് എന്തെല്ലാം എതിർപ്പ് ഉണ്ടായാലും പാർലമെൻറ്റ് ഉത്തരവാദിത്വ ബോധത്തോടെ ആ ജോലി നിർവഹിക്കും. വളരെ ഒപ്രസീവ് ആയി നിലനിൽക്കുന്ന ഈ വഖഫ് നിയമവ്യവസ്ഥകളിൽ മാറ്റം വരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അങ്ങ് എറണാകുളത്തിൻ്റെ MP കൂടിയായിരുന്നു. ഇപ്പോൾ നിലവിൽ എറണാകുളത്തെ MPയോ അല്ലെങ്കിൽ അവിടുത്തെ MLA മാരോ ആരും ഈ സമരഭൂമിയിലേക്ക് പോകുന്നില്ല. അവർ അവിടെ അവരുടെ ആവശ്യവുമായി സമരം നടത്തുകയാണ്. ഞാൻ ഒരു അപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് എങ്കിൽ കൂടി അങ്ങ് എറണാകുളം MP ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അങ്ങ് ഈ സമരഭൂമിയിൽ പോകുമായിരുന്നോ? അവർക്ക് പിന്തുണ നൽകുമായിരുന്നോ? ഇന്ന് അങ്ങ് മുൻ MP ആണ് എന്നുള്ള നിലയിലെങ്കിലും അങ്ങ് ഈ സമരഭൂമിയിലേക്ക് പോകാൻ മനസ്സ് വെക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ആ സമരം ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. അവർ ഭൂവുടമകളൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നവരാണ്. അവർക്കുള്ളത് ആ ഭൂമിയാണ്, ആ കിടപ്പാടമാണ്. അത് സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ സമരത്തിൽ പങ്കുചേരുക എന്നത് ന്യായബോധമുള്ള ഏത് ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വമാണ്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനവിടെ പോയിട്ടില്ല, എന്നെ അങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചിട്ടുമില്ല. പക്ഷെ അവസരം കിട്ടുന്ന മുറയ്ക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ. തീർച്ചയായും ഈ സമരസമിതി നേതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ അങ്ങോട്ട് ക്ഷണിക്കുക തന്നെ വേണം. ഇത്ര പരസ്യമായി അദ്ദേഹം നമ്മുടെ ചാനലിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നു, ന്യായം പറയുന്നു. അതുകൊണ്ട് എറണാകുളത്തിൻ്റെ മുൻ MP കൂടിയാണ്, അഭിഭാഷകനാണ്, ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ ഇവരുടെ ദുഃഖങ്ങൾ, ഇവരുടെ പ്രയാസങ്ങൾ മാറുമെന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഞാൻ പൂർണ്ണമായും പറയുന്നില്ല.
കാരണം ഏതെങ്കിലും നിർമ്മാണ നിമിത്തമോ നിയമ ഭേദഗതി നിമിത്തമോ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണതകൾ ചില വിഷയങ്ങളിൽ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഒരു വസ്തുവിൻ്റെ അവകാശ തർക്കം മാത്രമല്ല, രണ്ട് സമുദായങ്ങൾ തമ്മിൽ, രണ്ട് മതസ്ഥർ തമ്മിലുള്ള സംഘർഷമായി കൂടി ഇത് മാറിയിട്ടുണ്ട്. ചില വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ ഇരുവിഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം കൂടി പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വഖഫിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അധികാരവും അവകാശവും അത് പൂർണ്ണമായും അവർ വിട്ടൊഴിയും എന്നൊന്നും ഞാനിപ്പോൾ കരുതുന്നില്ല. ഞാനും വളരെ കൗതുകത്തോട് തന്നെയാണ് പാർലമെൻറ്റിൽ ഈ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായോഗികമായ ബുദ്ധിയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, നിയമത്തോടുള്ള ബഹുമാനത്തോടെ പാർലമെൻറ്റ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തും എന്ന് ഞാൻ കരുതുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഞങ്ങളുടെ രാവിലെ ഈ പ്രഭാത വാർത്തയിൽ വളരെ സുപ്രധാനമായ വിഷയത്തിൽ അങ്ങ് കാര്യത്തിൽ അഭിപ്രായം പറയാൻ സമയം നൽകിയതിൽ വളരെയധികം നന്ദി. ഞാനൊക്കെ ജേർണലിസം പഠിക്കുന്ന കാലത്ത് അങ്ങ് ചാനലുകൾ നടത്തിയിരുന്ന പത്രവിശേഷം ഒക്കെ കണ്ട് ജേർണലിസം വിദ്യാർത്ഥിയായി വന്ന ആളുകളൊക്കെയാണ്. എന്തായാലും അങ്ങയുടെ ഈ സാന്നിധ്യം ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി.